നമസ്കാരം. കേരളത്തിൽ പുതിയ UDF സർക്കാർ അധികാരമേറ്റ് വെറും ഒരാഴ്ചത്തേക്ക് മുൻപ് തന്നെ സംസ്ഥാനത്തെ പിടിമുറുക്കിയിരിക്കുന്ന ലഹരി മാഫിയയ്ക്ക് ആദ്യ പ്രഹരം നൽകിക്കൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കടുത്ത ആക്ഷൻ പ്ലാൻ പുറത്തു വന്നിരിക്കുകയാണ്. ജൂൺ 1 സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കുട്ടികളെയും യുവതലമുറയെയും മയക്കുമരുന്നിന്റെ കെണിയിൽപ്പെടുത്തുന്ന ക്രിമിനലുകളുടെ വേരറക്കുവാൻ ഓപ്പറേഷൻ തുഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന ശക്തമായ കർമ്മ പദ്ധതിക്ക് ആഭ്യന്തര വകുപ്പ് രൂപം നൽകി കഴിഞ്ഞു. ആര് ലഹരി വിൽപ്പന നടത്തിയാലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. കേരളത്തിന്റെ എല്ലാ മൂലകളിലും മയക്കുമരുന്നിന്റെ ഉപയോഗവും വിതരണവും അനുവദിക്കില്ല എന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം രമേശ് ചെന്നിത്തല പ്രഖ്യാപിക്കുമ്പോൾ കേരള രാഷ്ട്രീയം ഒരേ സ്വരത്തിൽ പറയുകയാണ്, ഇതാണ് യഥാർത്ഥ ആഭ്യന്തര ഭരണം. കഴിഞ്ഞ 5 വർഷം ആഭ്യന്തര വകുപ്പ് കൈവശം വെച്ച് സർവ്വ മേഖലയിലും പരാജയപ്പെട്ടു പോയ പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയുടെ മുഖത്തടിക്കുന്ന നയങ്ങളാണ് ഇപ്പോൾ ചെന്നിത്തലയിലൂടെ പുറത്തുവരുന്നത്. ഇവിടെയാണ് മുൻ ഇടത് സർക്കാരും ഇപ്പോഴത്തെ UDF സർക്കാരും തമ്മിലുള്ള ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം പ്രകടമാകുന്നത്. പിണറായി വിജയന്റെ ഭരണകാലത്ത് കഞ്ചാവ് കേസിലും മയക്കുമരുന്ന് കേസിലും വന്യജീവി നിയമപ്രകാരം പുലിപ്പല്ല് കേസിൽ വരെ പ്രതിയായ വേടൻ എന്ന ഗായകനെ ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷ സർക്കാർ അന്ന് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികളടക്കം നിരവധി ആരാധകരുള്ള വേടനെ മയക്കുമരുന്ന് കേസിൽ പിടിച്ചതിനു ശേഷം പൊതുപരിപാടികളിൽ അടക്കം ക്ഷണിച്ചു വരുത്തി അവാർഡ് അടക്കം നൽകി എന്ത് സന്ദേശമാണ് ഇടതുപക്ഷ സർക്കാർ അന്ന് സമൂഹത്തിന് നൽകിയത്? ലഹരി കേസുകളിൽ പ്രതിയായ ഇയാളെ മാറ്റി നിർത്തുന്നതിന് പകരം സർക്കാരിന്റെ ഔദ്യോഗിക പൊതുപരിപാടികളിൽ ആദരവോടെ പങ്കെടുപ്പിക്കുകയും മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് വരെ നൽകി ഇടതുപക്ഷ ഭരണകൂടം. ഈ ഒരൊറ്റ സംഭവം കൊണ്ട് തന്നെ കുട്ടികൾക്കടക്കം തെറ്റായ മാതൃക കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ വെറും പ്രഹസനമാക്കി മാറ്റിയ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ലഹരി ഉപയോഗിക്കുന്ന പ്രമുഖരെ സംരക്ഷിക്കാൻ നാടകം കളിച്ചപ്പോൾ കേരളം മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറുകയായിരുന്നു. എന്നാൽ ലഹരി മാഫിയയെ വെച്ച് പൊറുപ്പിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ ഉറവിടം കണ്ടെത്താൻ DGP അയൽ സംസ്ഥാനങ്ങളിലെ DGPമാരുമായി ബന്ധപ്പെടാൻ ചുമതലപ്പെടുത്തിയ രമേശ് ചെന്നിത്തലയുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കം തികച്ചും അഭിനന്ദനാർഹമാണ്. രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയെ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വളരെ കുറച്ചു കാലം മാത്രമാണ് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി ഇരുന്നതെങ്കിലും അന്ന് കൊള്ളപ്പലിശക്കാരുടെയും ബ്ലേഡ് മാഫിയയുടെയും ഭീഷണിയിൽ നിന്ന് പാവപ്പെട്ട ജനങ്ങളെ രക്ഷിക്കാൻ അദ്ദേഹം കൊണ്ടുവന്ന ഓപ്പറേഷൻ കുബേര എന്ന ജനകീയ പദ്ധതി ചരിത്ര വിജയമായിരുന്നു. അന്ന് 1 മാസം നീണ്ടുനിന്ന റെയ്ഡിൽ മാത്രം 1448 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 773 കൊള്ളപ്പലിശക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. 4.18 കോടിയിലധികം രൂപയും ബാങ്ക് ചെക്കുകളും പ്രോമിസറി നോട്ടുകളും അന്ന് പിടിച്ചെടുത്തു. കേരള ചരിത്രത്തിൽ ആദ്യമായി കള്ളപ്പലിശക്കാർക്കെതിരെ ഗുണ്ട ആക്ട് ചുമത്തി ജയിലിലടച്ചതും ചെന്നിത്തലയുടെ ഭരണകാലത്തായിരുന്നു. അന്ന് ക്യാമ്പസുകളിലെ ലഹരി തടയാൻ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് കൊണ്ടുവന്ന അതേ ചെന്നിത്തല തന്റെ 2ാം വരവിൽ ഓപ്പറേഷൻ തുഫാനിലൂടെ മയക്കുമരുന്ന് മാഫിയയുടെ വേരറക്കാൻ ഇറങ്ങുമ്പോൾ നാട് വലിയ പ്രതീക്ഷയിലാണ്. ലഹരി വേട്ടയ്ക്ക് പുറമെ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകളിലും സമൂലമായ മാറ്റമാണ് ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിണറായിയുടെ ഭരണകാലത്ത് ജനങ്ങളെ സ്റ്റേഷനിലിട്ട് പീഡിപ്പിക്കുന്ന ഗുണ്ടാ കേന്ദ്രങ്ങളായി മാറിയ പോലീസ് സ്റ്റേഷനുകൾ ഇനി മുതൽ ജനസേവന കേന്ദ്രങ്ങളാകും. സ്റ്റേഷനുകളിലേക്ക് ആര് കടന്നു ചെന്നാലും പോലീസുകാർ ആദ്യം ഗുഡ് മോർണിംഗ് പറഞ്ഞ് സ്വീകരിക്കുന്ന പരാതികൾ സമചിത്തതയോടെ കേൾക്കുന്ന വ്യത്യസ്തമായ രീതിയായിരിക്കും പിന്തുടരുക. സ്റ്റേഷനുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ പോലീസ് ആക്ട് പ്രകാരം അടിയന്തരമായി നീക്കം ചെയ്ത് സ്റ്റേഷനുകൾ വൃത്തിയാക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അക്രമങ്ങളിൽ കർശനമായ നടപടിയുണ്ടാകും. ട്രാഫിക് അപകടങ്ങൾ കുറയ്ക്കാൻ പുതിയ സാങ്കേതിക വിദ്യയും സൈബർ ക്രൈമും തടയാൻ ആധുനിക ടെക്നോളജിയും ഉപയോഗിക്കും. പോലീസ് ട്രെയിനിംഗ് സിലബസ് പരിഷ്കരിക്കാനും ഉന്നതതല യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള നടപടികൾക്കിടെ പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടാൽ സർക്കാർ പോലീസിനൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പ് മന്ത്രി നൽകിയിട്ടുണ്ട്. ഭരണത്തിന്റെ തണലിൽ ലഹരി കേസ് പ്രതികൾക്ക് അവാർഡുകൾ വാരിക്കോരി നൽകി പ്രോത്സാഹിപ്പിച്ച പിണറായി വിജയന്റെ ആ കപട പോലീസ് നയങ്ങൾക്കാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയിലൂടെ അന്ത്യമായിരിക്കുന്നത്. മുൻപ് ഓപ്പറേഷൻ കുബേരയിലൂടെ ബ്ലേഡ് മാഫിയയെ പൂട്ടിയതുപോലെ ഇന്ന് ഓപ്പറേഷൻ തുഫാനിലൂടെ നമ്മുടെ ഭാവി തലമുറയെ നശിപ്പിക്കുന്ന ലഹരി മാഫിയകളുടെ വേരറക്കുവാൻ UDF ആഭ്യന്തര വകുപ്പ് കാട്ടുന്ന ഈ ഒരു ആർജവം ശരിക്കും അഭിനന്ദനാർഹമാണ്. 484 പോലീസ് സ്റ്റേഷനുകളെയും ജനങ്ങളുടെ സങ്കേതമാക്കി മാറ്റാൻ ഇറങ്ങിത്തിരിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു മിന്നൽ നീക്കങ്ങൾക്ക് ജനാധിപത്യ കേരളത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി കളി മാറും. മയക്കുമരുന്ന് മാഫിയകൾക്ക് ഇനി രക്ഷയില്ല.